ഹായ്, എൻ്റെ പേര് പ്രഭവ് രാജ്. ഞാൻ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും MCA ഗ്രാജുവേറ്റ് ആണ്. 2024 MCA കംപ്ലീറ്റ് ചെയ്യുന്നത്. MCA കഴിഞ്ഞിട്ട് IT ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു കരിയറാണ് നോക്കിയത്. അങ്ങനെയാണ് ബാങ്കിങ് ചൂസ് ചെയ്യുന്നതും ICDയിലേക്ക് വരുന്നതും. എൻ്റെ സിസ്റ്ററും ICDയിലാണ് പഠിച്ചത്. അവൾ 2025 ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ക്ലർക്കായിട്ട് കയറി. ഹായ്, എൻ്റെ പേര് ശ്രേയരാജ്. ഞാൻ ഒരു BSc സുവോളജി ഗ്രാജുവേറ്റ് ആണ്. ഞാൻ എന്നിട്ട് ഇവിടെ ICD വന്ന് ജോയിൻ ചെയ്ത് എനിക്ക് IBPS ക്ലർക്ക് ഫസ്റ്റ് റിസർവ് ലിസ്റ്റ് വിളിച്ച് അതിലെനിക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ക്ലർക്കായിട്ട് ജൂനിയർ അസോസിയേറ്റ് ആയിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ സെയിം വർഷം തന്നെ എനിക്കും ധനലക്ഷ്മി ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് സെലക്ഷൻ കിട്ടി. ആദ്യമൊക്കെ മോക്ക് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുകയും അങ്ങനെ ഗ്രാജുവലി മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുകയുമാണ് ചെയ്തത്. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുമായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോ ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ പറഞ്ഞു തരുമ്പോൾ അതെല്ലാം നോട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതെല്ലാം പ്രിലിംസ് ചെയ്യാനായാലും മെയിൻസ് ചെയ്യാനായാലും എല്ലാം വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഷമീം സാറൊക്കെ ഡെയിലി സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യനൊക്കെ തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ സ്പീഡ് കൂടുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ രമേശ് സാറായാലും ഒരു ക്വസ്റ്റ്യൻ തന്നെ മൾട്ടിപ്പിൾ പോസിബിലിറ്റി രീതിയിൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് അതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അനുശ്രീ മിസ് ആയാലും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു ക്വസ്റ്റ്യൻസൊക്കെ. RK സാറായാലും കോംപ്രിഹെൻഷനൊക്കെ നമ്മളെ കൊണ്ട് തന്നെ വായിപ്പിച്ചിട്ട് ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. ഞാൻ ICD ആപ്പിൽ മോക്കുകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു എക്സാമിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ചെയ്യുകയും സ്കോറുകൾ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ എല്ലാ ദിവസവും GA വായിക്കുമായിരുന്നു. പിന്നെ എഡിറ്റോറിയൽ എല്ലാ ദിവസവും പത്രത്തിൻ്റെ വായിക്കാൻ ശ്രമിക്കുമായിരുന്നു. ആദ്യമൊക്കെ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. പിന്നെ ഗ്രാജുവലി ഗൂഗിളിൽ നോക്കി ഓരോ വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ എഴുതി വെച്ച് പയ്യെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഈ എഡിറ്റോറിയൽ വായിക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ എക്സാമിന് കോംപ്രിഹെൻഷൻ പാസേജ് പെട്ടെന്ന് നമുക്ക് വായിക്കുകയും അർത്ഥം മനസ്സിലാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യമൊക്കെ എഡിറ്റോറിയൽ എല്ലാവർക്കും വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ലായിരിക്കും. അതൊക്കെ ഗ്രാജുവലി സ്പീഡ് കൂടുകയും വായിച്ചെടുക്കുന്നതിൻ്റെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും പുതിയ വാക്കുകളൊക്കെ അതിനകത്ത് നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അതെല്ലാം വളരെ ഒരു എഡിറ്റോറിയലൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലെ ക്ലാസ് കഴിഞ്ഞ് താഴെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ടിരുന്ന് GA ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് എക്സാമിന് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറയുകയും ആൻസർ ചെയ്യുകയും ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയും ആൻസറും ചെയ്ത് ഇങ്ങനെ എക്സാമിന് പെട്ടെന്ന് അതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. GA മറന്നു പോകാതെ തന്നെ. കൂട്ടുകാരുമായിട്ടിരുന്ന് താഴെ GA ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. എക്സാമിന് GA ക്വസ്റ്റ്യൻസൊക്കെ ഒരു 25 ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെയായാലും 50 ക്വസ്റ്റ്യൻസിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. മെയിൻസ് എക്സാമിന് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് GA ഡിസ്കഷൻസ്. അപ്പോൾ ബാങ്കിങ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ICD ഒരു നല്ലൊരു ചോയ്സാണ്. താങ്ക് യു.